അപ്പൊ ഞാൻ മസ്തിഷ്ക മരണം എന്ന് പറയുന്ന മൂവി കണ്ടിരുന്നു. ആ മൂവിയുടെ ടൈറ്റിൽ ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. സോ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഈ മൂവിയിലെ പ്രൊഡക്ഷൻ ഡിസൈൻ സീനുകളൊക്കെ കണ്ടപ്പം സൈബർ പങ്ക് എന്ന് പറയുന്ന ഗെയിമാണ് എനിക്ക് ഓർമ്മ വന്നത്. അതിൽ നിന്ന് ഹെവിലി ഇൻസ്പയർഡ് ആയ പോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ അല്ലായിരിക്കാം. ഈ മൂവിയിൽ സിറ്റി കാണിക്കുന്ന സമയത്ത് ബിൽഡിങ്സ്, അതിൻ്റെ അകത്തുള്ള ഇന്റീരിയേഴ്സ് ഒക്കെ ഏകദേശം ആ ഗെയിമായിട്ട് എനിക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗെയിമാണ് സൈബർ പങ്ക് എന്ന് പറയുന്നത്. സോ ഈ മൂവി ഫ്യൂച്ചറിൽ കൊച്ചിയിൽ നടക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇത് കണ്ടാലും നമുക്ക് തോന്നും ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കൊച്ചി ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ കൊച്ചിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ സിനിമ ഭയങ്കര എക്സ്ട്രീം ആയിട്ട് എനിക്ക് തോന്നി. ഡയറക്ടർ ഓവർ ദി ടോപ്പ് പോയിട്ടുണ്ട്. ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു. ആൻഡ് അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഈ സിനിമയിലെ ഡയലോഗ്സ്, സിറ്റുവേഷൻസ് എല്ലാം ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു. ഡയലോഗ് പറയുന്നതായാലും ഒരു കോമിക്കൽ രീതിയിലാണ് പറയുന്നത്. ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും അല്ല ഈ സിനിമയിലെ ഡയലോഗുകൾ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ എന്തായിരിക്കും ഒരു കാണിക്കുന്നത്, ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യമാണ്, എന്തായിരിക്കും ഇതിന്റെ സ്റ്റോറി എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ ഒന്നും അല്ല ഈ പടം. ആൻഡ് ഇറ്റ്സ് ഓക്കെ. സിനിമ ഫ്യൂച്ചറിലാണ് നടക്കുന്നത്. യെറ്റ് ഭയങ്കര സെറ്റാറിക്കലായിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. നമ്മളെ സൊസൈറ്റിയിൽ തന്നെയുള്ള കുറച്ച് ആളുകളുമായിട്ടൊക്കെ റിസംബ്ലൻസ് തോന്നുന്ന ക്യാരക്ടേഴ്സ് ഈ മൂവിയിലുണ്ട്. എനിക്ക് ആകെ തോന്നിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിലെ മെയിൻ ക്യാരക്ടറുണ്ട്, ബിമൽ എന്ന് പറയുന്ന ഒരു മെയിൻ ക്യാരക്ടറുണ്ട്. സിനിമയിലെ ആ ക്യാരക്ടറിന്റെ പേരാണ്. പുള്ളിക്ക് ഡബ് ചെയ്തേക്കുന്നത് നമ്മളെ KGF യാഷിന് ഡബ് ചെയ്തേക്കുന്ന ആളാണെന്ന് തോന്നുന്നു. ആ ഒരു സൗണ്ട് നമ്മുടെ മെയിൻ ക്യാരക്ടറിന് ഒട്ടും ചേരാത്തായിട്ട് എനിക്ക് തോന്നി. എന്താ പറയാ, ഏതോ ഒരു അന്യഭാഷ സിനിമ മലയാളത്തിൽ ഡബ് ചെയ്ത് കാണുന്ന പോലെ ഉണ്ടായിരുന്നു പുള്ളി സംസാരിക്കുമ്പോഴൊക്കെ. അതങ്ങനെ ഫീൽ ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ക്വെർക്കിയാണ്. അവർ പറയുന്നതായാലും ഭയങ്കര ഓവർ ദി ടോപ്പ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഭയങ്കര കോമിക്കലായിട്ടുള്ള ഡയലോഗ്സ് ആണ്. അപ്പൊ ഈ മെയിൻ ക്യാരക്ടറിന്റെ സൗണ്ട് ചേരാത്തായിട്ട് തോന്നിയപ്പോൾ എനിക്ക് ഒരുമാതിരി തോന്നി. ബട്ട് അതൊന്നും ഒരിക്കലും ഈ സിനിമയെ അഫക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു ക്യാരക്ടർ കുറെ നേരം എടുക്കുന്ന ഒരു ഡയലോഗ് പറഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ.